പാലക്കാട് വല്ലപ്പുഴയിൽ ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണ് കാണികൾക്ക് പരിക്കേറ്റു. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെയാണ് അപകടം. കാണികളുടെ എണ്ണം കൂടിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ദൃശ്യങ്ങളിലേക്ക്. ഇതെന്തായി നോക്കട്ടെ കേട്ടോ. സീനാവൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞിട്ടില്ല അതോ സ്റ്റേഡിയം പൊളിച്ചാടി. അടുക്ക് ലൈവായിട്ട് കണ്ടു. സ്റ്റേഡിയം പൊളിഞ്ഞാടി. അവിടെ ലൈവായിട്ട് കണ്ടോ സ്റ്റേഡിയം പൊളിഞ്ഞാടി. അവിടെ കണ്ടോ. ഇവിടെ ഇത് പൊട്ടിച്ചാടോ ഇനി. ഇതെന്തായി നോക്കട്ടെ കേട്ടോ. സീനാവൻ ചാൻസ് ഉണ്ട്. പൊളിഞ്ഞാടി. അവിടെ കണ്ടോ. എടോ ഇത് പൊളിക്കാടോ. ഇതെന്നാണ് തന്നെ ഇത് പൊളിഞ്ഞാടിക്കണു. എടോ ഇത് പൊളിക്കാടോ. ഇതെന്നാണ് തന്നെ ഇത് പൊളിഞ്ഞാടിക്കണു. എടോ ഇത് പൊട്ടിച്ചാടോ ഇനി. ഇതെന്തായി നോക്കട്ടെ കേട്ടോ. സീനാവൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞിട്ടില്ല അതോ സ്റ്റേഡിയം പൊളിച്ചാടി. അടുക്ക് ലൈവായിട്ട് കണ്ടു. സ്റ്റേഡിയം പൊളിഞ്ഞാടി. അവിടെ വിവരങ്ങൾ ഗോകുൽ VS പാലക്കാട് നിന്ന് നൽകും. ഗോകുൽ, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? പരിക്കേറ്റവർക്ക് എങ്ങനെയുണ്ട്? എന്താണ് കാരണം? ഇന്ന് 10:20 ഈ അപകടം ഉണ്ടായത്. വല്ലപ്പുഴയിൽ ഫുട്ബോൾ ടൂർണമെന്റിനിടെയാണ് ഗാലറി തകർന്നത്. കാണികളുടെ പരിക്ക് ഗുരുതരമല്ല. എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. എല്ലാവർക്കും നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും പിൻവശത്തെ ഗാലറിയുടെ മൂന്ന് സ്റ്റെപ്പുകളാണ് ഇത്തരത്തിൽ പൊളിഞ്ഞു വീണത്. ഇത് അടയ്ക്കാമരം ഉപയോഗിച്ചാണ് ഈ ഗാലറി ഉണ്ടാക്കിയിരുന്നത്. ഇതിന്റെ പിൻഭാഗമാണ് തകർന്നു വീണത്. അതായത് താങ്ങാവുന്നതിലും കൂടുതൽ ആളുകൾ ഇരുന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. വല്ലപ്പുഴയിലാണ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരം നടന്നത്. ഏകദേശം ഒരു മാസമായി ഈ മത്സരം അവിടെ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഇന്ന് ഫൈനലായിരുന്നു. ഫൈനലിൽ കൂടുതൽ ആളുകൾ എത്തി. ഈ മത്സരത്തിന്റെ അവസാന ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ ഗാലറി പൊളിഞ്ഞു വീഴുന്ന ഇത്തരത്തിൽ പ്രശ്നമുണ്ടായത്. ഏകദേശം 10:20 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ ആരുടെയും പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഇവരുടെ നേതൃത്വത്തിലാണ് കൂടുതൽ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഫൈനലിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കാണികൾ എത്തി എന്നുള്ളതാണ് വിവരം. അതിനെ തുടർന്നാണ് ഈ അപകടം ഉണ്ടായത്. അവസാന ദിവസമായിരുന്നു അല്ലേ ഗോകുൽ? ഇതിനിടയിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ആരെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടോ ഒന്നും ഇല്ലായിരുന്നല്ലേ? ഈ കാണികൾ കൂടി വന്നതാണ് അപകടത്തിന് കാരണമല്ലേ? അതായത് കാണികൾ കൂടി വന്നതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനു മുൻപ് അല്ലെങ്കിൽ ഒരു മാസമായി അവിടെ നടക്കുന്നു. ഇതിനു മുൻപ് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ അധികൃതരോട് ചോദിക്കുമ്പോൾ ഇത്തരത്തിലൊരു മത്സരം നടക്കാൻ അല്ലെങ്കിൽ നടത്താനുള്ള അനുമതി വാങ്ങിയിരുന്നു അല്ലെങ്കിൽ അനുമതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുമതിയോടുകൂടി തന്നെയാണ് ഈ സെവൻസ് ടൂർണമെന്റ് നടത്തിയിരുന്നത്. പക്ഷെ എത്ര പേരെ കയറ്റാനാണ് അനുമതി ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അനുമതി ഉള്ളതിൽ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിയോ എന്നുള്ളതും അറിയില്ല. ഈ തലേ ദിവസമായതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന ദിവസമായ ഫൈനൽ ആയതുകൊണ്ട് തന്നെ വലിയ ആവേശകരമായ ഉള്ളൊരു മത്സരമായിരുന്നു. അങ്ങനെ കൂടുതൽ ആളുകൾ എത്തിയതാകാം എന്നാണ് ഒരു അനുമാനമായി കണക്കാക്കുന്നത്, പ്രാഥമികമായി കണക്കാക്കുന്നത്. 10:20 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഈ ഒരു വലിയ ആവേശത്തോടു കൂടിയാണ് 10-ാം തീയതി വല്ലപ്പുഴ മേഖലയിൽ ഉണ്ടാവുക. അവിടെ വെച്ചാണ് ഒരു അപകടം ഉണ്ടായത്. ഗാലറിയുടെ പിൻഭാഗത്തെ 3 റോയാണ് തകർന്നു വീണത്. പക്ഷേ ഭാഗ്യങ്ങൾക്ക് ആർക്കും കാര്യമായ പരിക്കില്ല. ഒരു മാസത്തോളമായി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പ്രവർത്തകരടക്കം ഈ സ്ഥലത്തുണ്ടായിരുന്നു. അവരൊക്കെ ആണ് അവിടെ ആ ഗാലറിയിൽ പൊളിഞ്ഞുള്ള ഭാഗത്തുള്ളവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഏതായാലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഗൂഗിൾ VS ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് അപകടത്തിനെയും മറുവശത്ത് അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനെയും ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആവേശകരമായ മത്സരം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിനിടെയാണ് ഈ ഒരു അപകടം വല്ലപ്പുഴയിൽ ഉണ്ടാകുന്നത്. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരം ഫൈനലിനിടെയാണ് അപകടം ഉണ്ടാകുന്നത് എന്നാണ് അറിയുന്നത്. ഫൈനൽ ദിനമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ മത്സരം കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഈ വേദിയിലേക്ക് കയറിയിരുന്നതാണ് അപകടത്തിന് കാരണം. അങ്ങനെ അമിത ഭാരമാണ് അപകടത്തിന് കാരണം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.
ഗോകുൽ വി എസ് തുടരുന്നുണ്ട്. ഗോകുൽ, സ്വാഭാവികമായിട്ടും ഈ ആളുകൾ കൂടിയതാണ് അപകട കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരുപാട് ഉയരമുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്നുണ്ട്, ഒരു വശത്ത് മുഴുവനായിട്ടും താഴെ വീഴുന്നുണ്ട്, ഏറ്റവും താഴെയുള്ളവർ ഓടി മാറുന്നുണ്ട്, ഏറ്റവും പുറകിലുള്ളവർ അതേപോലെ താഴെ വീഴുന്നുണ്ടായിരുന്നു. ഇത് ഒരു സാധാരണ സെവൻസ് മത്സരങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടുവരാറ് ഈ അടയ്ക്കാമരം ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലികമായി ഉണ്ടാക്കുന്ന ഗാലറികളാണ്. ഇവിടെയും അത്തരത്തിലുള്ള ഗാലറികൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു അല്പം ഉയരം ഉണ്ടായിരുന്നു, ഉയരത്തിൽ ഗാലറി കെട്ടിയിരുന്നു. അല്പം ഉയരത്തിലധികം അത്തരത്തിലുള്ള ഒരാൾ പൊക്കത്തിലധികം വരുന്ന പൊക്കത്തിലാണ് ഈ ഗാലറി ഉണ്ടാകുന്നത്. ഈ ഗാലറിയുടെ മുകളിലത്തെ നിലയിൽ, അതായത് ആ 2 റോയിലുള്ളവരാണ് ഇത്തരത്തിൽ പൊട്ടി വീണത്. ഇത്തരത്തിൽ ആ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. പക്ഷെ അവിടെ എത്ര പേര് ഉണ്ടായിരുന്ന സാഹചര്യം വ്യക്തതയില്ല. പക്ഷെ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഗോകുൽ, സെവൻസ് ഫുട്ബോൾ ആണ്, ഈ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടാകില്ലേ? തീർച്ചയായും. കാരണം ഇത് അഖിലേന്ത്യാ സെവൻസ് മത്സരമാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ടീമുകൾ, ഈ കേരളം ഒട്ടാകെയുള്ള ടീമുകൾ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഈ പട്ടാമ്പിക്ക് പുറത്തും കൂടുതൽ ആളുകളുണ്ടാവും. പക്ഷെ കൂടുതൽ ആളുകളും ഈ പട്ടാമ്പിയിലുള്ളവരാണ് ഉണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ നാട്ടിൽ നടക്കുന്ന ഒരു മത്സരമായതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിൽ കൂടുതൽ വല്ലപ്പുഴയിലുള്ളവർ തന്നെയാണ് ഈ മത്സരം കാണാൻ എത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ കളിക്കാൻ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെത്തും. അതോടൊപ്പം തന്നെ ഇത് കേട്ടറിഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. കാരണം ഈ ഒരു പ്രദേശത്ത് വലിയ രീതിയിൽ ഈ ആവേശമുള്ളൊരു സ്ഥലമാണ്. ഈ സെവൻസ് മത്സരം എന്ന് പറയുമ്പോൾ അത് വലിയ ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ നിരവധി പേർ കേട്ടറിഞ്ഞൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാത്രി ഏകദേശം ഒരു 10 മണി അല്ലെങ്കിൽ 10 മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായത്. ഫൈനൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ വെച്ചാണ് ഗാലറിയുടെ ഒരു വശം തകർന്ന് വീണത്. ഇത് വല്ലപ്പുഴ കനിവ് സാംസ്കാരിക വേദി നടത്തിയിരുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ബണ്ടായിരുന്നു. ആ മത്സരത്തിനിടയിലാണ് ഗാലറി ഇടിഞ്ഞു വീണത്. ഈ പെട്ടെന്ന് തന്നെ എല്ലാവരും ആശുപത്രിയിലും എത്തിക്കാൻ പറ്റിയല്ലേ? ഈ ആശുപത്രിയിൽ നിന്നും ഏറ്റവും പുതിയതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ പരിക്ക് ഗുരുതരമല്ല ആരുടെയും എന്നുള്ളത് ഉറപ്പാണോ ഗോകുൽ? തീർച്ചയായും. അതായത് എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. പോലീസ് അടക്കം പറയുന്നത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല, എല്ലാവർക്കും നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം അങ്ങനെയാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. ഗോകുലിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷിയായ ഷഹീർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഷഹീർ, താങ്കൾ അവിടെ ഉണ്ടായിരുന്നു, എന്താണ് സംഭവിച്ചത്? അത് ഗാലറി ഗാലറി വീണതാണ്. കാര്യമായിട്ട് ആർക്കും പരിക്കുകളില്ല. നമ്മൾ പെട്ടെന്ന് പരിക്ക് പറ്റിയവരെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരല്ല. ഒരുപാട് പേര് താഴെ വീണിട്ടുണ്ടോ? ഇല്ലല്ല, കുറച്ച് പേര്. നമുക്ക് എണ്ണാൻ പറ്റിയില്ല. ഇപ്പൊ അവരെ രക്ഷാപ്രവർത്തനത്തിന്റെ ഇടയിൽ നോക്കാൻ പറ്റിയില്ല. മിക്ക ആംബുലൻസുകളിൽ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. താങ്കൾ ആ വേദിയിൽ ഏത് വശത്തായിരുന്നു? നമ്മളിപ്പോൾ ആ അപകടം അത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഓപ്പോസിറ്റ് സൈഡിലാണ് ഉണ്ടായിരുന്നത്. അതെ, ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ എല്ലാവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പറ്റില്ല? ആംബുലൻസ് സൗകര്യം നമ്മള് അതിന് എല്ലാ കളിക്കൂർ ആംബുലൻസ് സൗകര്യം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. വീഴ്ച വന്നിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന് തൊട്ടുള്ള ഹോസ്പിറ്റലുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. താങ്കളുടെ സ്ഥലം എവിടെയാണ്? നമ്മളെ സ്ഥലം അവിടെ തന്നെയാണ്, വല്ലപ്പ തന്നെയാണ്. അവിടെ തന്നെ. മറ്റു ജില്ലകളിൽ നിന്നും ഒരുപാട് ദൂര ഇടങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അല്ലെ? ഒരുപാട് പേരുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഉണ്ട്. അവരൊക്കെ ഇപ്പൊ നമ്മള് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഗുരുതര പരിക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള ഹോസ്പിറ്റലിൽ ചികിത്സയും കാര്യങ്ങളും കൊടുക്കുന്നതാണ്. അതിനൊന്നും വീഴ്ച ഉണ്ടാവില്ല. ഇപ്പോൾ ഒരുപക്ഷെ എത്ര പേരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് ഒരു അറിവുണ്ടോ? ഇല്ലല്ല, നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ നമ്മൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, താങ്കളും കൂടെ ഉണ്ടായിരുന്നു അല്ലേ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ വേണ്ടി? നമ്മൾ രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ കണക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ഭാരവാഹികൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. അവിടെ അനുസരിച്ചുള്ള തുടർ ചികിത്സ നടപടി സ്വീകരിക്കുന്നതാണ്. ഏത് ചികിത്സ ആണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും.
ശരി, വളരെ നന്ദി ശ്രീ ഷഹീർ സംസാരിച്ചതിന്. അദ്ദേഹം പറയുന്നത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല, ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു, പക്ഷേ പരിക്ക് ഗുരുതരമല്ല. ഈ ഫൈനൽ മത്സരമാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഇടങ്ങളിൽ നിന്ന്, മറ്റ് ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അഖിലേന്ത്യാ സെവൻസ് മത്സരമാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ഗ്രൗണ്ടിന് ചുറ്റും ഈ മത്സരം ഉള്ളതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് നിർമ്മിച്ചൊരു സ്റ്റേജാണ്. കാണികൾ എല്ലാവരും ഒരുപാട് പേരുണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാരെത്തി അതിലേക്ക് കയറി ഇരുന്നതാണ് ഇത് തകർന്ന് വീഴാനുള്ള കാരണം. പക്ഷെ പെട്ടെന്ന് തന്നെ എല്ലാവരെയും ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതും ആശ്വാസകരമാണ്. ഗോകുൽ VS ആയിരുന്നു വിവരങ്ങൾ നൽകിയത്.